നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സന്ധ്യയ്ക്കുണ്ടായ മഴയിൽ മലമ്പുഴ ബസ്സുകൾ കിടക്കുന്ന പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും വെള്ളം നിറഞ്ഞ് സർക്കസുകാരെ പോലെ വാഹനമോടിച്ചു വരുന്ന യാത്രക്കാരെയാണ് നാം കാണുന്നത്. സൈഡ് റോഡ് ഇടിഞ്ഞതായും പറയുന്നു, ടാറിങ് ഇളകിയതായും പറയുന്നു. ഈ റോഡിനെക്കുറിച്ച് അറിയാത്ത വിനോദസഞ്ചാരികളോ മറ്റുള്ളവരോ വന്നു കഴിഞ്ഞാൽ അപകടം സംഭവിച്ചു തന്നെയാണെന്ന് അവിടെയുള്ളവർ പറയുന്നു. നാട്ടുകാർ രക്ഷാപ്രവർത്തനങ്ങളും ആയി പരിസരത്ത് നിൽപ്പുണ്ട്. ഇതിൽ കുഴി ഏതാണെന്ന് ഒരു പിടിയുമില്ലാതെയാണ് വാഹനങ്ങൾ പോകുന്നത്. സൈഡിലേക്ക് നീങ്ങിയാൽ കേബിൾ കുഴി മൂടാത്തതും ഉണ്ട്. നേരെ നടുക്കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയില്ല. എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സൈഡ് കൊടുക്കുമ്പോൾ സൈഡിലേക്ക് നീങ്ങിയാൽ വണ്ടി ചാലിൽ താന്നത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. മഴ പെയ്താൽ റോഡ് ചളിക്കുളമായി മാറുകയാണെന്ന് ഇത് റോഡാണോ തോടാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത നാട്ടുവിശേഷങ്ങൾ എന്ന ചാനലിൽ ഇട്ടിരുന്നു. കാണൂ, ഇതാണ് മലമ്പുഴയുടെ അവസ്ഥ. മറ്റു രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ മലമ്പുഴക്കാർക്ക് ഇത് നാണക്കേടല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ഇത് പുഴയാണോ റോഡാണോ? മുമ്പ് ഈ ചാനലിൽ ചോദിച്ചത് ഇത് തോടാണോ റോഡാണോ എന്നാണ്. എന്നാൽ ഇന്നത്തെ സന്ധ്യാനേരത്തെ മഴയിൽ വെള്ളം നിറഞ്ഞ റോഡ് കാണുമ്പോൾ തോടിനേക്കാൾ അപ്പുറം ഇത് പുഴയായി മാറിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവൂ. ഇല്ലെങ്കിൽ വലിയൊരു അപകടം നാം കാണേണ്ടി വരും. ഇതാ പോകുന്നു, ആ സ്കൂട്ടർ യാത്രക്കാരൻ പോകുന്നത് കണ്ടില്ലേ? വെള്ളം കയറിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ ഓഫായി വഴിയിൽ കിടക്കും. അപ്പോൾ ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകും. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഇതിന് നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്നത് ടാറിങ് ചെയ്തത് ഇടിഞ്ഞതാണെന്ന് നാട്ടുകാർ പറയുന്നു. മലമ്പുഴ ഗാർഡനിലേക്കുള്ള പ്രധാന റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കൊളപ്പരുത്തി കഴിഞ്ഞാൽ SP ലൈൻ കഴിഞ്ഞ് കൊളപ്പരുത്തി കഴിഞ്ഞാൽ കാണുന്ന റോഡാണ് നമ്മൾ പുഴയായി കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത സ്നേക്ക് പാർക്കിൻ്റെ മുമ്പിലുള്ള റോഡാണ് ഇത്തരത്തിൽ ടാറിങ് പോയി കിടക്കുന്നത്, കോൺക്രീറ്റ് പോയി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് ചെയ്തത് ശരിയായില്ല എന്നതിനെക്കുറിച്ച് ഈ ചാനലിൽ പറഞ്ഞിരുന്നു.